Hi friends, Abhi's UKയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കാണാനാണ്. ആനയടിക്കുത്ത്. ആനയടിക്കുത്തിന്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇടുക്കി ജില്ലയിലും തൊടുപുഴയിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് വരാനായിട്ട് നമുക്ക് രണ്ട് റൂട്ട് യൂസ് ചെയ്യാം. ഒന്ന് വണ്ണപ്പുറം കാളിയാർ റൂട്ടും തൊടുപുഴ കരിമണ്ണൂർ റൂട്ടും. ഫ്രണ്ട്സ്, നമുക്ക് ഇവിടുത്തെ ഒരു നാട്ടുകാരനെ നമുക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. അതായത് ഇവിടെ ജനിച്ചു വളർന്ന സുധാകരൻ ചേട്ടൻ. അപ്പം ഞാൻ പറയണേക്കാൾ നല്ലത് ഇവിടെ ജനിച്ചു വളർന്ന സുധാകരൻ ചേട്ടനിൽ നിന്ന് നമുക്ക് ഇത് കേൾക്കാം. ഓക്കെ, അപ്പോൾ ചേട്ടാ ഇതിനെപ്പറ്റി ചേട്ടന് അറിയാവുന്ന കാര്യങ്ങൾ. ഇത് ആനയടിക്കുത്ത് എന്ന് പറയാനൊരു കാരണം, ഇത് പഴയ കാലത്ത് എനിക്ക് ഓർമ്മയുള്ള കാലത്ത് മുമ്പ് ഒരു ആനചാടി എന്നാണ് പറയുന്നത്. ആനചാടി സത്യം പറയുന്നതല്ല, സത്യം. അപ്പോൾ അതുകൊണ്ടാണ് ആനയടിക്കുത്തെന്ന് ഇതിന് പേര് വരാൻ കാരണം. പിന്നെ ഇഷ്ടംപോലെ ഇവിടെ ഒരു അപകടം ഉണ്ടാകാത്തൊരു സ്ഥലമാണ്. ഞാൻ വരുന്ന കൊച്ചുങ്ങളുമായിട്ട് വരുന്ന കുടുംബക്കാരോട് പറയാറുണ്ട്, ഒരു കാരണവശാലും പിള്ളേരെ മുകളിൽ കയറ്റരുത്. താഴെ നമുക്ക് കുളിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഇത് ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം എന്താ പറയുക, ഗവൺമെൻറ്റും ചെറിയൊരു പൈസ കിട്ടും. നല്ല രീതിയിൽ ആൾക്കാർ ഇഷ്ടം പോലെ ഈ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ എന്ന് പറഞ്ഞാൽ 1000 ആൾക്കാർക്ക് മുകളിൽ 1000 ആൾക്കാർ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും വെള്ളമുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ തിരക്കാണ്, കുളിക്കാൻ ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കുകളാണ്. ഇത് താഴ്ച വെള്ളം വന്നങ്ങ് വീണ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒഴുക്കും, ശക്തി കൂടുതല. പക്ഷേ ഉണ്ടെങ്കിലും നമുക്ക് കുളിക്കാനുള്ളിടത്ത് ഈ വെള്ളം ശാന്തമായി നിൽക്കുകയാണ്. മുകളിൽ നിന്ന് താഴേക്ക് വന്ന ഒഴുകി വീഴുന്ന വെള്ളം ശാന്തമായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ഒഴുകി താഴേക്ക് ഭയങ്കര ശക്തിയായിട്ട് പോവാം. പക്ഷേ നമുക്കിവിടെ, ഞാൻ പറഞ്ഞില്ലേ, നമുക്കിവിടെ ഒരു അപകടം ഉണ്ടാകാത്തതാണ്. ആനയാടിക്കുത്ത് എന്ന് പറയുന്നത് അപകടം ഉണ്ടാകാത്ത സ്ഥലമാണ്. നമ്മുടെ ടീം പാർട്ണർ മിസ്റ്റർ പറങ്കി ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാടാ, നമുക്ക് മുകളിലോട്ട് കയറാം. ബാ. ഹലോ മച്ചാന്മാരെ, നമ്മുടെ സുധാകരൻ ചേട്ടൻ പറഞ്ഞു കേട്ടിട്ട് ചേട്ടൻ ഫുൾ സപ്പോർട്ടാണ്. നമ്മളിവിടെ വന്നപ്പോൾ ചേട്ടൻ നമ്മളായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, നമുക്ക് എല്ലാ ഇൻഫർമേഷനും പറഞ്ഞു തന്നു. പിന്നെ നമുക്കിന്ന് ഉച്ചക്കത്തെ ഫുഡ് വരെ ചേട്ടൻ നമുക്ക് തരുവാണ്. അത്രയും സ്നേഹമുള്ള നാട്ടുകാരാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിത് വന്ന് കണ്ടിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ തിരിച്ചു പോകണം. ഇവിടെ വേസ്റ്റ് ഇടലോ പ്ലാസ്റ്റിക് ഇടലോ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ വഴി കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു പ്ലാസ്റ്റിക് കുപ്പി അങ്ങനെയുള്ള ഒന്നുമില്ല, ഒരു മാലിന്യങ്ങളും ഇവിടെ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അവർക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഇതുപോലെ തന്നെ നമ്മൾ പോകുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് പോകാമെന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടുള്ളൂ. പിന്നെ ഇവിടെ അത്യാവശ്യം സേഫ്റ്റി നോക്കണം. ഫുള്ളും കുണ്ടും കുഴിയും കാര്യങ്ങളാണ് മൊത്തം. നിങ്ങൾക്ക് കാണാം. മച്ചാൻ എങ്ങനെയാണ് നോക്കുക കേട്ടോ, തെന്നൽ കേട്ടോ. ഇന്ന് ഇച്ചിരി മഴ തോർന്നിരിക്കണോണ്ട് തെന്നൽ കുറവുണ്ട്, അതല്ലെങ്കിൽ ചുമ്മാ തെന്നി കിടക്കുമായിരിക്കും. അപ്പോൾ മാക്സിമം നമ്മൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, ചെരുപ്പിട്ടിട്ട് വരാതിരിക്കുക. ചെരുപ്പ് തെന്നിപ്പോയി, ബാറ് പൊട്ടി, പിന്നെ ചെരുപ്പെടുത്ത് കൈ പിടിച്ചു. ഞാനിപ്പോൾ മോസ്റ്റ്ലി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചെരുപ്പ് ബാർ ചെരുപ്പ് ഇട്ടിട്ട് ഓരോരുത്തർ വന്നത്. അപ്പോൾ അത് നിർത്തുക, നല്ല ഗ്രിപ്പുള്ള ഷൂ തന്നെ ഇടുക. മച്ചാന്മാരാകുമ്പോൾ നമ്മൾ ആനയടിക്കുത്തിൻ്റെ റിയൽ മാജിക്കിലോട്ട് കിടന്ന് ചെല്ലാൻ പോകണം. അതിന് മുമ്പ് ഒരു ഒറ്റ അഡ്വൈസുള്ളൂ എനിക്ക്, നിങ്ങൾ മാക്സിമം ഷൂ യൂസ് ചെയ്യുക, സ്ലിപ്പേഴ്സ് യൂസ് ചെയ്യരുത്. നമ്മുടെ സുധാകരൻ ചേട്ടൻ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ടുള്ള യാത്രകളെല്ലാം സ്ലിപ്പറിയാണ്. പിന്നെ ഈ വഴി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ ഡിഫിക്കൽട്ടീസ്. അപ്പോൾ ഷൂ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും, ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ചമാർ, ഇതാണ് നമ്മൾ പറഞ്ഞ വഴി. ഇതേ നമ്മുടെ ഇവിടെ ചേച്ചിമാരൊക്കെയും കണ്ടിട്ട് ഇറങ്ങി പോവാണ്. ഇവിടെ ഹാൻഡ് റെയിൽ കാര്യമില്ല, അതാണ് ഇച്ചിരി ഒരു ബുദ്ധിമുട്ട്. ഇത് അടുത്ത ഫാമിലിയൊക്കെ വന്നിട്ട് പോകുന്നുണ്ട്. ചേട്ടാ ഒരു ഹായ് പറഞ്ഞോ. ആ ചേച്ചി. അപ്പം
ഇവിടെ സ്ലിപ്പറിയാണ്, ഇതാണ് നമ്മൾ പറഞ്ഞ ഏരിയ. അപ്പം സ്ലിപ്പേഴ്സ് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമ്മൾ കീപ്പ് ചെയ്ത് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ഇതുപോലെ തന്നെ ഇവർക്ക് ഇത് സമ്മാനം ചെയ്തിട്ട് പോവാം. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ പോവാണ്. ഇവിടെ നല്ല ഇറക്കമാണ്, അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്ത് വരാൻ. നമ്മുടെ പാർട്ട്ണർ തന്നെ നിങ്ങൾക്ക് കാണാം. മച്ചാനെ നോക്കട്ടാ ഗൈസ്, ഇതാണ് നമ്മൾ ആനമടിക്കുത്തിൻ്റെ റിയൽ മാജിക്കിലോട്ട് കാണാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒരു സൗണ്ട് നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ടോ? ആനമടിക്കുത്തിൻ്റെ സൗണ്ടാണ് അത് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ലാഗ് അടിക്കാതെ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാം. സ്പോട്ടിലോട്ട് എത്തിയപ്പോട്ടോ ഇനി നമുക്കിവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അത്ര വൈബാ ഇവിടെ. പിന്നെ നമുക്കപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണാം. ഫുൾ വൈബാണ് ഇവിടെ. ഫാമിലിക്കാണെങ്കിലും ശരി, ചിൽഡ്രൻസിനാണെങ്കിലും ശരി, ആർക്കാണെങ്കിലും ഫുൾ ടൈം എൻജോയ്മെൻറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഓണായത്. മറ്റേ പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാനാണെങ്കിൽ എല്ലാത്തിനും സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതുപോലെ തന്നെ കീപ്പപ്പ് ചെയ്ത് തിരിച്ചു പോകണം. അത്രയാണ് ഇവർ നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, പിന്നെ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവലാട്ടോ. ഈ വന്നൂർ വരുവാണെങ്കിൽ ഈ മഴക്കാലത്ത് തന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടെ വെള്ളം ഉണ്ടാവും. ഇനിയിപ്പോൾ ഒരു 2 മാസം കിടന്നു കഴിഞ്ഞാൽ വേനലാണ്. വേനൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീൽ കിട്ടില്ല. അതുപോലെ ഇപ്പോൾ കല്യാണത്തിൻ്റെ ടീംസ് കാര്യങ്ങളെല്ലാം ഫോട്ടോയും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇപ്പോൾ സജ്ജമാണ്. നമ്മുടെ ദേശാഭിമാനി പത്രത്തിൽ നിന്നൊക്കെ ആൾ വന്നിട്ടുണ്ട് ഇവിടെ. നമുക്കിതൊരു എന്താ പറയുക, ഒരു യൂറോപ്യൻ കൺട്രീസിനെ വെല്ലണ ഒരു സീനാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ മച്ചാന്മാരെല്ലാം ഇവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. അതെ, ഒരു നല്ലൊരു ജിമ്മിനെ കാണാം ഇവിടെ. എനിക്ക് പറഞ്ഞാൽ പിന്നെ ആർക്ക് വേണമെങ്കിലും ഇറങ്ങാം കേട്ടോ. പിള്ളേർക്ക് അത്യാവശ്യം എൻ്റെ ഒരു ഹൈറ്റ് ഉള്ളവർക്കുടെ ഒരു റേഞ്ച് എന്ന് പറയണ ഈ പൊക്കിളിൻ്റെ അത്രയുള്ള വെള്ളമുള്ളൂ ഇവിടെ. ആർക്ക് വേണമെങ്കിലും ഇറങ്ങാം, ഒരു കുഴപ്പമില്ല. അതുപോലെ കുപ്പിച്ചില്ല കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല കേട്ടോ. ഒന്ന് കയ്യിൽ നിന്ന് പൊക്കിക്കോ. അതേ കുറച്ച് ജിമ്മന്മാരൊക്കെയാണ് ഇമാര്. എവിടെന്നാ? തൊടുപുഴയിൽ നിന്നുള്ള ടീംസാണ്. പിന്നെ ഫാമിലി വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. ഇതാണ് മച്ചാൻ ഇവിടുത്തെ വെള്ളച്ചാട്ടം. നമ്മൾ ക്യാമറ ഒത്തിരി അങ്ങ് അടുത്തോട്ട് കൊണ്ടുപോകണില്ല. ഓക്കെ, അപ്പോൾ ആർക്കാണെങ്കിലും ധൈര്യമായിട്ട് ഇറങ്ങാം അവിടെ. കുപ്പിച്ചില്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ചുമ്മാ ഇതിൻ്റെ താഴത്തെ സീനറി എന്ന് പറഞ്ഞാൽ ചുമ്മാ വെള്ളാരം കല്ല്. ഇതാണ് ഇവിടുത്തെ ഐറ്റംസ്. ആനമടിക്കുത്തിൽ വെച്ച് 2 പേരെ പരിചയപ്പെട്ടിട്ടോ. നമ്മുടെ കന്യാകുമാരിക്കാരനും പിന്നെ കൊല്ലക്കാരനും. ഇവർക്കിടയ്ക്ക് ഒരു ട്രാവൽ കേട്ടിട്ട് കൊതിയാവുക. മിനിഞ്ഞാലും തുടങ്ങിയില്ല. ഇന്നലെ മൂന്നാറായിരുന്നു, ഇന്നിപ്പോൾ നമ്മുടെ ആനമടിക്കുത്തിൽ വന്നു. ഇനി അമ്മമാർ വാഗമൺ പോണു, പിന്നെ ആലപ്പുഴ. ഇങ്ങനെയൊക്കെയാണ് റൈഡ് പോകേണ്ടത്. ഓക്കെ, നമ്മളിവിടെ വെച്ച് ഒരു ഏറ്റുമാനൂരിൽ നിന്ന് ഒരു മച്ചാനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സൈനിങ് ഓഫ് മച്ചാൻ ഡയറക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ മച്ചാനോട് കേട്ടോ, നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അബീസ് UK എന്നാണ് ചാനലിൻ്റെ പേര്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ ചാനൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ആനയടുക്കത്തുനിന്ന് അബീസ് UKയുടെ ഒപ്പം നിതിൻ ഏറ്റുമാനൂർ.